നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രകൃതിയിലൂടെയും അതിൻ്റെ ശക്തിയിലൂടെയും നമ്മളുടെ ശരീരത്തിന് ആഴത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു തെറാപ്പി ഹീലിങ്ങിനെ കുറിച്ചാണ്. മനുഷ്യൻ എപ്പോഴും സുഖം തേടിയുള്ള ഒരു യാത്രയിലാണ്. എന്നാൽ സുഖം കണ്ടെത്താൻ പലപ്പോഴും നമ്മൾ ടെക്നോളജിയിലും മരുന്നുകളിലും മാത്രം ആശ്രയിക്കുന്നു. പക്ഷെ മറക്കരുതാത്തൊരു കാര്യമുണ്ട്. പ്രകൃതിയോടുള്ള ബന്ധം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും സമ്പൂർണമായി ഹീൽ ചെയ്യാൻ കഴിയും. മനസ്സിന് പ്രകൃതി വഴി എങ്ങനെ ഹീലിംഗ് നടക്കും? നമ്മുടെ എത്ര വലിയ തിരക്കുള്ള ജീവിതമായ പോലും പ്രകൃതിയിലേക്ക് ഒരു ചെറിയ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് മനസ്സ് വളരെയധികം പ്രഷറായിട്ട് തോന്നുമ്പോഴും സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നുമ്പോഴും ഒരു പാർക്കിലോ അല്ലെങ്കിൽ ഒരു കുന്നിൻ ചരിവിലോ ഒരു ചെറിയൊരു പുഴയുടെ അരികിലോ പോയി ഒരു 10 മിനിറ്റ് ശാന്തമായിട്ടിരുന്ന് നോക്കൂ. നിങ്ങളുടെ ചിന്തകൾ അപ്രത്യക്ഷമാകും. നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും വളരെയധികം സ്ട്രെസ് കുറഞ്ഞ രീതിയിലാവുകയും ചെയ്യും. അടുത്തതായി നിലത്തുകൂടെ നടക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിലത്തുകൂടെ നമ്മൾ ചെരുപ്പില്ലാതെ നടക്കുന്നത് എർത്തിങ് അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് എന്നൊരു ചികിത്സാ രീതിയാണ്. നമ്മുടെ ശരീരത്തിന് ഭൂമിയുമായുള്ള ഒരു ജൈവബന്ധമുണ്ട്. കാലിൽ നിന്ന് നേരിട്ട് ഭൂമിയിലേക്ക് ശക്തി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ബന്ധം ഉൾബലം കുറയുന്നു. അതായത് ഉള്ളിലെ നെഗറ്റീവ് എനർജി ഭൂമിയിലേക്ക് ഒഴുകിപ്പോകുന്നു. ഇത് ഓറ എനർജിയെ വളരെയധികം പ്യൂരിഫൈ ചെയ്യുകയും നിങ്ങളുടെ സ്ട്രെസ് എല്ലാം കുറയ്ക്കുകയും ചെയ്യും. സൂര്യപ്രകാശത്തിന്റെ ചികിത്സ എന്താണെന്ന് നോക്കാം. നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ട് വേണ്ടുന്ന ഒരു ഘടകമാണ് സൂര്യപ്രകാശം. രാവിലെ ഒരു 15-20 മിനിറ്റ് നേരം സൂര്യപ്രകാശം ലഭിക്കുന്നത് നമ്മളുടെ വൈറ്റമിൻ ഡി ലെവൽ വർദ്ധിപ്പിക്കുവാനും മെലാറ്റോണിൻ ഉൽപാദനത്തിനും അതുപോലെ തന്നെ ശരീരത്തിന്റെ ഒരു സർക്കാഡിയൻ ഋതം, അതായത് ശരീരത്തിന് പ്രകൃതിപരമായ ഒരു ഋതമുണ്ട്. അതായത് രാവിലെ നമ്മൾ ഉണർന്നിരിക്കുന്നു, രാത്രിയാകുമ്പോഴത്തേക്ക് പതിയെ നമുക്ക് ഉറക്കം വരുന്നു. അതിനെ വളരെയധികം ആക്ടിവേറ്റ് ചെയ്യുന്നതുമാണ്. ജലത്തിന്റെയും മണ്ണിന്റെയും ആഴത്തിലുള്ള ചെറുമരുന്നുകൾ എന്താണെന്ന് നോക്കാം. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വിഷങ്ങൾക്കും നല്ലൊരു മരുന്നാണ് ജലം. ശുദ്ധമായ വെള്ളം കുടിക്കുക, ഒഴുകുന്ന ജലത്തിൽ കാലുകൾ മുക്കിയിരിക്കുക. ഇത് നമ്മെ വളരെയധികം ശാന്തരാക്കും. അതുപോലെ തന്നെ മണ്ണിനെ സ്പർശിക്കുക, പച്ചക്കറികൾ കൃഷി ചെയ്യുക, പൂക്കൾ നട്ടു വളർത്തുക. ഇതെല്ലാം മനസ്സിന്റെ സന്തോഷത്തിനും ഇന്നർ ഹീലിങ്ങിനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്രകൃതിയുമായുള്ള ബന്ധം വീണ്ടും സ്ഥാപിക്കാം. നമ്മുടെ പഴയ തലമുറകൾ നിത്യേന പ്രകൃതിയോട് ചേർന്ന് ജീവിച്ചവരാണ്. പക്ഷേ ഇന്നോ സ്മാർട്ട് ഫോണുകളും കമ്പ്യൂട്ടറുകളും മൊബൈൽ ഗെയിമുകളും നമ്മെ പ്രകൃതിയിൽ നിന്നും അകറ്റിയിരിക്കുന്നു. അതിനാൽ നമ്മുടെ കുടുംബത്തെയും കുട്ടികളെയും പ്രകൃതിയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുക. അവർക്ക് പ്രകൃതിയുടെ മഹത്തായ അനുഭവം നൽകുക. അതിലേറെ നമുക്ക് സ്വയം ഈ യാത്ര തുടങ്ങാം. ശരീരത്തിനും മനസ്സിനും സമതുലിതമായ ഒരു ജീവിതശൈലി ആഗ്രഹിക്കുന്നവർക്കായി പ്രകൃതിയുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഇതൊരു പുതിയൊരു അനുഭവമാവട്ടെ. ഇന്ന് തന്നെ ചെറിയ മാറ്റം വരുത്തുക. രാവിലെ ഒരു 5 മിനിറ്റ്, ഒരു സമയമില്ലാത്തവരാണെങ്കിൽ ഒരു 5 മിനിറ്റ് സൂര്യപ്രകാശം കൊള്ളുക. പുറത്ത് നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് തന്നെ ഒന്ന് ഇറങ്ങി നടക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വെള്ളം ഒഴുകുന്ന സൗണ്ട് കേൾക്കാൻ പറ്റുന്ന എന്തെങ്കിലും അരുവിയോ പുഴയോ ഉണ്ടെങ്കിൽ വൈകുന്നേര സമയങ്ങളിലോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇച്ചിരി സമയം കിട്ടുമ്പോൾ അവിടെ പോയിരിക്കുക. ഇവയെല്ലാം ചികിത്സാ മാർഗങ്ങളാണ്, മരുന്നില്ലാതെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.